മർത്തോമ സഭ ഇത്രയും അധപ്പതിച്ചു പോയെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകുന്ന അവസ്ഥയിലേക്ക് സഭ എത്തി നിൽക്കുന്നു. ഇത് കാലം കാത്തുവച്ച കാവ്യനീതി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ഇത്രയും പറയുവാനുള്ള കാര്യം എന്താണെന്നൊരു പക്ഷേ മർത്തോമക്കാർ ചിന്തിക്കുന്നുണ്ടാവും. ശരിയാണ്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർ സമൂഹത്തിൽ കുറവാണ്. നമുക്കറിയാം, മർത്തോമക്കാരും ഉപയോഗിക്കുന്നവരാണ്. മർത്തോമക്കാർ മാത്രമല്ല, സമൂഹം മുഴുവൻ ഏകദേശം 95% ആളുകളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെ മർത്തോമ സഭയിലെ ഒരു സീനിയർ വൈദികൻ ഫിലിപ്പ് ഡാളിയച്ചൻ്റെ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ കണ്ടു. അത് വായിച്ചപ്പോൾ തോന്നിയ ആശങ്കയാണ്, അതായത് വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടായി എന്ന കമൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞത്. ഫിലിപ്പ് ഡാളിയച്ചൻ പങ്കുവച്ച കുറിപ്പൊന്ന് കേൾക്കാം. പതിറ്റാണ്ടുകളായി മലങ്കര സഭയെ ഭിന്നിപ്പിക്കുന്ന വിധത്തിൽ നാശം വിതയ്ക്കുകയും സംഘർഷങ്ങൾ സൃഷ്ടിച്ച് പള്ളികൾ പിടിച്ചടക്കുകയും ക്രിസ്തീയമായ വിശ്വാസത്തിന് നിരക്കാത്ത വിധത്തിൽ എന്ത് അതിക്രമങ്ങളും പ്രവർത്തിക്കുന്നതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഈ വിധ പ്രവർത്തികൾ ചെയ്യുവാൻ അണികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങാണ് ദുഷ്ടനും ഭോഷനും മൂഢനുമായ പരിശുദ്ധൻ. അങ്ങേക്ക് ഈ സഭയെ നയിക്കുവാൻ അനുവാദമില്ല, അധികാരമില്ല, ഈ വിധത്തിൽ പ്രവർത്തിച്ചുകൂടാ. ഈ വാക്കുകൾ അഴിവില്ല. അതുകൊണ്ട് അങ്ങയുടെ ദുഷ്പ്രവർത്തികൾ എത്രയും വേഗം അവസാനിപ്പിക്കുക. സ്വർഗത്തിലെ ദൈവം അങ്ങയോട് സംഭവങ്ങളിൽ കൂടി സംസാരിക്കും. സമൂഹത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വട്ടപൂജ്യമാണെന്ന് ഓർത്തുകൊള്ളുക. അങ്ങയെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. അങ്ങയെ സിംഹാസനങ്ങളിൽ നിന്നും മറച്ചിട്ട് ജീവിത വിശുദ്ധിയും നിർമ്മലരുമായവരെ തൽസ്ഥാനത്ത് നിയോഗിക്കുകയും അങ്ങ് നിഷ്പ്രഭനായി തീരുകയും ചെയ്യുമെന്ന് ഓർമ്മിപ്പിക്കുന്നതിൽ തെല്ലും സംശയമില്ല. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടും എന്നോർത്തുകൊണ്ട് വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമായതും യാതൊരു മനസ്സും മനസാക്ഷിയുമില്ലാത്ത വിധത്തിൽ സത്യം വിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകല പാപപ്രവർത്തികളിൽ നിന്ന് പിൻവാങ്ങിയും മനസ്സ് പുതുക്കി അങ്ങ് രൂപാന്തരപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മറിച്ച് അഹങ്കരിച്ചും ധിക്കരിച്ചും മറുതലിച്ചും മത്സരിച്ചും ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കുന്നതിൽ കുറവുള്ളവനായി തീരാതെ വിവേകവും ബുദ്ധിയും ആലോചനാ ശക്തിയും ഉള്ളവനായി പ്രവർത്തിക്കുവാൻ ദൈവാത്മാവ് അങ്ങയെ സഹായിക്കട്ടെ. അങ്ങ് എത്രയും വേഗം ഈ സംഘർഷങ്ങളും ഭിന്നതകളും അവസാനിപ്പിക്കുന്നതിന് കത്തോലിക്കോസ് എന്ന നിലയിൽ വിവേകപൂർവ്വം പ്രവർത്തിക്കേണ്ടത് അങ്ങയുടെ ഭാഗഭാഗിത്വമാണ്. ഇക്കാര്യം അങ്ങയെ ഓർമ്മിപ്പിക്കുകയാണ്. ആകയാൽ അവസാനമായി ഒരു വാക്ക്, അങ്ങയുടെ നിന്ദ്യവും നികൃഷ്ടവുമായ ഈ വിധ പ്രവർത്തികൾ അവസാനിപ്പിച്ച യാക്കോബായ സഭയുടെ പുരാതനങ്ങളായിട്ടുള്ള പള്ളികളിൽ പോലീസിനെ ഉപയോഗിച്ച അതിക്രമങ്ങളിലൂടെ പള്ളികൾ പിടിച്ചടക്കുന്ന പ്രവണതകൾ എന്നേക്കുമായി അവസാനിപ്പിച്ച് പിൻവാങ്ങുക. കേട്ടല്ലോ. ഇനി പ്രേക്ഷകർ പറ, ഇദ്ദേഹം കാണിച്ചതിൻ്റെ പേര് അത് എനിക്ക് പറയാൻ അറിയാൻ മേലാത്തതുകൊണ്ടല്ല, മറിച്ച് എൻ്റെ സംസ്കാരം അതിന് എന്നെ അനുവദിക്കുന്നില്ല. ഈ കുറിപ്പ് വായിച്ചപ്പോൾ പല സംശയങ്ങൾ തോന്നി. അത് ഇദ്ദേഹത്തെ കൊണ്ട് സഭാ നേതൃത്വം എഴുതിച്ചതാണോ? അതാണ് ഒരു സംശയം. അതോ മർത്തോമ മെത്രാപ്പോലിത്തയുടെ അറിവോടെ അദ്ദേഹം തന്നെ എഴുതിയതാണോ? ഇത് സഭയുടെ ഔദ്യോഗിക നിലപാടാണോ? ഇതിന് വ്യക്തമായ ഉത്തരം സഭാ നേതൃത്വം നൽകണം. അത് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് മലങ്കര നസ്രാണികൾ. ഇനി സഭാ നേതൃത്വം അറിഞ്ഞില്ല എങ്കിൽ ഉറപ്പാണ് വികട യാക്കോബായക്കാരിൽ നിന്നും കൈ നിറയെ പണം വാങ്ങിയിട്ടായിരിക്കും അദ്ദേഹം ഇത് എഴുതിയത്. ഒരു സംശയവുമില്ല. കാരണം മർത്തോമക്കാരും വികടന്മാരുടെ പക്ഷത്താണെന്ന് വരുത്തി തീർക്കാനുള്ള വികടന്മാരുടെ ഒരു തന്ത്രം മാത്രം അതിന് അദ്ദേഹം നിന്നുകൊടുത്തു. അതുമല്ലെങ്കിൽ ഇദ്ദേഹം മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി മരുന്നുകൾ അടിച്ചിട്ടായിരിക്കും എഴുതിയത്. എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരുപാട് പേർ മർത്തോമ സഭയിൽ വൈദികരും മെത്രാന്മാരും വിശ്വാസികളും ഒക്കെയുണ്ട്. അവരാരും ഇതേപോലെ ഇന്നേ വരെ ഒരു അഭിപ്രായം പറഞ്ഞ് കേട്ടിട്ടില്ല. ഈ വൈദികന് മാനസികമായി എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ സഭാ നേതൃത്വം ഒരാശുപത്രിയിൽ കൊണ്ടുപോയി വിദഗ്ധ ചികിത്സ കൊടുക്കണം. ഇദ്ദേഹം ഒരു വൈദികനാണ്, സഭയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന ഒരാളാണ്, നിർത്തേണ്ട ആളാണ്. സഭാ നേതൃത്വം അങ്ങനെ നിർത്തേണ്ട ആളാണ്. ആനയ്ക്ക് മതമിളകിയാൽ ചങ്ങലക്കിടാം, എന്നാൽ ചങ്ങലയ്ക്ക് മതമിളകിയാൽ എന്താ ചെയ്യുക? അതുകൊണ്ട് എല്ലാ ബഹുമാനത്തോടുകൂടിയും പറയുക, സഭാ നേതൃത്വം ഇദ്ദേഹത്തെ ചങ്ങലക്കിടണം. ഇല്ലെങ്കിൽ സഭാ നേതൃത്വം സമൂഹത്തിൽ ഒറ്റപ്പെടും, പരിഹാസം മാത്രമാകും. അതുകൊണ്ട് സഭയുടെ മേലധ്യക്ഷൻ എന്ന നിലയിൽ തിയഡോഷ്യസ് തിരുമേനിയിൽ നിന്നും ഇതിനൊരു വ്യക്തമായ പ്രതികരണം മലങ്കര നസ്രാണികൾ പ്രതീക്ഷിക്കുന്നു. അത് വേണം.
അത് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് ഓർത്തഡോക്സ് വിശ്വാസികൾ. ഇല്ല എങ്കിൽ ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കാൻ മാർത്തോമാ സഭ തയ്യാറായിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ.